ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്ക്രംബേഷ്യസ്ലി യൂവേഴ്സ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട്, പിന്നെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ്സോ ഒരു 35 മിനിറ്റ്സോ നമ്മുടെ സമയമുള്ള പോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് നമുക്ക് ഈ നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. അതിനകത്ത് കുക്കറിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അതേപോലെ തന്നെ വെന്ത് കുഴഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിലല്ല നമ്മൾ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ നമ്മൾ ആ ഒരു വേവിന് ഒരു 5 വിസിലോളം വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഓരോ ഇറച്ചിയുടെ അതനുസരിച്ച് വ്യത്യാസം വരും. സോ നമ്മളത് 5 വിസിലായപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്, പ്രഷർ കളഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ, അത് ഏത് പ്രിഫറബിൾ ആയിട്ടുള്ള ഏത് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് ഇഞ്ചി ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളൊക്കെ മതിയാവും. വെളുത്തുള്ളി 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ നമുക്ക് യൂസ് ചെയ്യാം, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. കാരണം ഇഞ്ചി ഓൾറെഡി ഇട്ട് വേവിച്ചുകൊണ്ടിട്ടാണ്. അത് കഴിഞ്ഞ് ഇതൊന്ന് മൂത്ത് നല്ല പാകമായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടിക്കോളും. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ പൊടിയുടെയും കൂടെ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴേക്കും നല്ലൊരു കളറൊക്കെ മാറി വരും. ഇപ്പോൾ ഉള്ള കളറിനേക്കാളും കുറച്ചും കൂടെ ബ്രൗൺ ആയിട്ട് വരും കിടന്ന് മൂത്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് കൊടുക്കണമായിരിക്കും നല്ലത്. കുറച്ച് വെള്ളമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പാടെ തന്നെ ഇടാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വേവിക്കുമ്പോൾ കുറച്ചൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചാൽ മതി, വെള്ളം ഒരുപാട് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സായി കിട്ടുമ്പോഴേക്കും നമുക്ക് നമ്മളൊരു അരമുറി അരമുറി വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള ഇറച്ചിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഈ നാളികേരം ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുക്കുമ്പോൾ ഇറച്ചിയുടെ ആ ടേസ്റ്റും ഉപ്പും എരിവും ഒക്കെ അതിനകത്ത് പിടിച്ചോളും. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചാണ്, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക. കാരണം മറ്റുള്ള മസാലയൊക്കെ ഇട്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല, ഒരു കുത്തും ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആ നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ബീഫിൻ്റെ രുചി തന്നെ മാറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അതിൻ്റെ ഒരു പ്യുവറസ്റ്റ് ഫോമിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗരം മസാല യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്ററാന്ന് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കുരുമുളക് പൊടി. അതിനകത്ത് ഇപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഞാൻ പൊടിച്ചാണ് ചേർത്തെടുക്കുന്നത്, പക്ഷേ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് ക്രഷ് ചെയ്ത് ഇടുന്നതാണ്. റോ ആയിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് തന്നെ ഇടുക. അത് ഇറക്കാറാകുമ്പോൾ മാത്രം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ടിട്ട് അതൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവണോ അപ്പോഴേക്കും തുറന്നിട്ടാൽ മതി. അതുവരെ അതൊന്ന് അടഞ്ഞിരുന്ന് ആവിയിൽ അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഒരുമിച്ച് ചേർന്ന് അതൊന്ന് റെഡി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ്സൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒഴിച്ചു കൂട്ടാനുണ്ടെങ്കിൽ സുഖമായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 15 മിനിറ്റ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സെർവിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് സെർവിങ് ഡിഷിലേക്ക് നമുക്ക് ബീഫ് വരട്ടിയത് വെച്ച് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ബീഫ് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് ഐറ്റം തന്നെയാണ് ഈ ബീഫ് വരട്ടിയത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.